വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ചെൽസി കോൺഫറൻസ് ലീഗ് കിരീടം ഉയർത്തിയിരിക്കുകയാണ്. അത് ചെൽസിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രോഫിയാണ്. മറന്ന് ആഘോഷിക്കാനുള്ള ട്രോഫിയാണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ചെൽസിൻ്റെ സ്റ്റാൻഡേർഡൊക്കെ വെച്ചിട്ട് ചെൽസി ഈ ഒരു ട്രോഫി ഒന്നല്ല സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും അറ്റ്ലീസ്റ്റ് യൂറോപ്പ ലീഗെങ്കിലും അടിച്ചിട്ടാണ് അവർ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. എനിവേ, ട്രോഫി ഈസ് എ ട്രോഫി. അത് ടീമിന് കൊടുക്കുന്ന ആ ഒരു മൊറാൽ ബൂസ്റ്റും ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മറസ്കനെ സംബന്ധിച്ചിടത്തോളം അത് കൊടുക്കുന്ന ഒരു ബൂസ്റ്റ് കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. പിന്നെ ടീമിന് അതൊരു എക്കണോമിക് ബൂസ്റ്റ് കൊടുക്കും. പിന്നെ ഇത് ചെൽസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരക്കേടില്ലാതെ അവസാനിച്ചു ഈ ഒരു സീസൺ. കോൺഫറൻസ് ലീഗ് അവർക്ക് അടിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രീമിയർ ലീഗിൽ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് കിട്ടി. ടോപ്പ് 5 എത്തിക്കൊണ്ട് അവർക്ക് ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് ഉറപ്പിക്കാനും കഴിഞ്ഞു. സോ വലിയ കുഴപ്പമില്ല എന്ന് പറയാം. ടോപ്പാണെന്ന് വെച്ചാൽ അത്ര ടോപ്പൊന്നുമില്ല, പക്ഷേ ഒരു ബെറ്റർ സീസൺ ആയിട്ട് കഴിഞ്ഞു പോയി എന്ന് പറയാം. അപ്പോൾ ഇത് ചെൽസിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, പറ്റിയ തെറ്റുകളൊക്കെ തിരുത്താനുള്ള ഒരു അവസരമാണ്. ഒരു നല്ല സ്ട്രൈക്കറെ ഇനിയെങ്കിലും പോയി സൈൻ ചെയ്യാം. ഗ്യോക്കിറസിനെയോ ഷിമനെയോ സെസ്കോനെയോ ആരെങ്കിലും പോയിട്ട് സൈൻ ചെയ്യുക, എന്നിട്ട് ടീമിനെ സ്ട്രെങ്തൻ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ റിയൽ ബെറ്റിസ് ഒരു ഗോൾ അടിച്ച് ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ചെൽസി ആകെ തകിടം മറിച്ചു. 4 ഗോളാണ് ചെൽസി തിരിച്ചടിച്ചത്. ജാഡൺ സാൻചോ ഗോൾ അടിച്ചു, കായ്സഡോ ഗോൾ അടിച്ചു, എൻസോ ഫെർണാണ്ടസ് ഗോൾ അടിച്ചു, ജാക്സൺ ഗോൾ അടിച്ചു. അതിൽ തന്നെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പെർഫോമൻസ് നമ്മുടെ കോൾ പാമർ പുറത്തെടുത്തു. ഒരു ഗെയിം ചേഞ്ചിങ് പെർഫോമൻസ് അവിടെ നമ്മുടെ റീസ് ജെയിംസ് പുറത്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല ഡിസ്പ്ലേ അവർ സെക്കൻഡ് ഹാഫിൽ കാഴ്ചവെച്ചു. അങ്ങനെ അവർക്ക് ആ ട്രോഫി ഉയർത്താൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ എല്ലാ യൂറോപ്യൻ ട്രോഫിയും ഉയർത്തുന്ന ഏക ടീമായിട്ട് ചെൽസി മാറിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗ് അടിച്ചു, യൂറോപ്പ ലീഗ് അടിച്ചു ആൻഡ് കോൺഫറൻസ് ലീഗ് അടിച്ചു. ഓക്കെ, അതാണ് ചെൽസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ കേൾക്കുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് ലിവർപൂളുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. അതായത് ഹ്യൂഗോ എക്കിറ്റിക്ക് ലിവർപൂളിൻ്റെ ഒരു കോൺക്രീറ്റ് ടാർഗറ്റായി മാറിയിട്ടുണ്ട് എന്നുള്ള ന്യൂസാണ് കേൾക്കുന്നത്. അപ്പോൾ അത് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനത്തെ ന്യൂസാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് ന്യൂസ്. ലിവർപൂൾ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഹ്യൂഗോ എക്കിറ്റിക്കിനെ പോലത്തെ ഒരു പ്ലെയറിനല്ല, കുറെ കൂടി പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്ലെയറിനെയാണ്. ഗ്യോക്കിറസിനെ പോലത്തെ ഒരു പ്ലെയറിനെ, അല്ലെങ്കിൽ എന്താ പറയുക, ഇസാക്കിനെ പോലത്തെ ഒരു പ്ലെയറെയാണ് അവരിപ്പോൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ആ സമയത്ത് എക്കിറ്റിക്കിനെ പോയിട്ട് ടാർഗറ്റ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എക്കിറ്റിക്കിനെ കുറിച്ച് നമ്മൾ മുമ്പും ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആൾ അപാര പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പ്രൂവൺ ആയിട്ടില്ല. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ആളൊരു 10-15 ഗോൾ അടിക്കുന്നൊന്നും ഉറപ്പ് പറയാനായിട്ടില്ല. സ്വാഭാവികമായിട്ടും 21 വയസ്സുള്ള ഈ ഒരു ഫ്രഞ്ച് സ്ട്രൈക്കർക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടി ടൈം കൊടുക്കണം. അപ്പോൾ കൊടുക്കാൻ മാത്രം ടൈം ലിവർപൂളിൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ടൈമൊക്കെ കൊടുക്കാനാണെങ്കിൽ ന്യൂനസിനെ നിർത്തിയാൽ മതിയല്ലോ. അപ്പോൾ ന്യൂനസിനെ പറഞ്ഞയച്ചിട്ട് എക്കിറ്റിക്കിനെ കൊടുന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്നറിയില്ല. എക്കിറ്റിക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, ഒരു മിനി ഇസാക്ക് തന്നെയാണ് നമ്മളും എല്ലാവരും മൂപ്പരെ പറയാറുള്ളത്. അതൊക്കെ ശരി തന്നെയാണ്, ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ ആള് പോളിഷ്ഡ് ആയിട്ടില്ല. ലൈക്ക് ഗ്യോക്കിറസിനെ പോലെ ഒന്നും ആള് പോളിഷ്ഡ് ആയിട്ടില്ല. ഈവൻ സെസ്കോ ഒരു ബെറ്റർ ഓപ്ഷനാണ്. അതാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ലിവർപൂൾ എന്തായാലും മറ്റൊരു സ്ട്രൈക്കറെ പിന്നാലെ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനിയിപ്പോൾ വേറൊരു സ്ട്രൈക്കറെ സൈൻ ചെയ്തിട്ട് ഈ എക്കിറ്റിക്കിനെ കൊണ്ടുവരാണെങ്കിൽ ഓക്കെ, അത് ഫൈനാണ്. ഒരു ബാക്കപ്പ് ആയിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ എക്കിറ്റിക്ക് ആണെങ്കിൽ വേണമെങ്കിൽ ലെഫ്റ്റ് വിങ്ങർ അങ്ങനെയൊക്കെ കളിക്കും, ഒരു സെക്കൻഡ് സ്ട്രൈക്കറൊക്കെ ആയിട്ട് കളിക്കും, ലെഫ്റ്റ് വിങ്ങറൊക്കെ ആയിട്ട് കളിക്കും. സോ അങ്ങനെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് മൾട്ടിപ്പിൾ റോൾസ് ഹാൻഡിൽ ചെയ്യാൻ അങ്ങനത്തെ ഒരു ഇതായിട്ട് കൊണ്ടുവരാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ, അത് കുഴപ്പമില്ല. പക്ഷേ ടീമിൻ്റെ മെയിൻ സ്ട്രൈക്കറായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ റിസൾട്ട് ഗ്യാരണ്ടീഡ് അല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ഹൈ റിസ്ക് സൈനിങ് ആണ് എന്നുള്ളതാണ് പേഴ്സണൽ എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, ഇനി നമുക്ക് സിറ്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാം. സിറ്റി ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് ഇറങ്ങിയിട്ട് ഇളക്കി മറിക്കാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ടാർഗറ്റ് ആരായിരുന്നു, ഇപ്പം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ടിജാനി റെയിൻഡേഴ്സ് ആണ്. പിന്നെ ഇപ്പോൾ ന്യൂസ് പ്രകാരം മറ്റൊന്ന് റിയാൻ ചെർക്കിയാണ്. അപ്പോൾ ടിജാനി റെയിൻഡേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് AC മിലാനിൽ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയറാണ്. ആള് ഡച്ച് ലീഗിൽ നിന്ന് ഇറ്റാലിയൻ ലീഗിലേക്ക് എത്തിയതിന് ശേഷം AC മിലാനിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആണെന്ന് നിസ്സംശയം പറയാൻ വേണ്ടി പറ്റും. കാരണം ആ ടീമിൽ ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഏക പ്ലെയർ ടിജാനി റെയിൻഡേഴ്സ് ആണ്. ഗോൾ അടിക്കും, അസിസ്റ്റ് കൊടുക്കും. ആൾ നല്ല ക്വാളിറ്റിയുള്ള ഒരു മിഡ്ഫീൽഡറാണ്. നല്ല രീതിക്ക് ബോൾ ക്യാരി ചെയ്യും, നല്ല രീതിക്ക് പാസ് കൊടുക്കും, ലൈൻ ബ്രേക്കിംഗ് പാസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്.
വേണമെങ്കിൽ ബാങ്കറൊക്കെ അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ്. നല്ല ഹൈ ക്വാളിറ്റി പ്ലെയറാണ്. ഇപ്പോൾ പെപ്പിൻ്റെ സിസ്റ്റത്തിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഒരു മിഡ്ഫീൽഡർക്ക് എന്താ പറയുക, നല്ല ടെക്നിക്കൽ ക്വാളിറ്റീസ് വേണം. പാസ് ചെയ്യാൻ, ഡ്രിബിൾ ചെയ്യാൻ, ഇങ്ങനെ സ്വിച്ചുകൾ കൊടുക്കാൻ, പിന്നെ കുറച്ച് വേഴ്സറ്റൈലായിരിക്കണം. അതിനൊക്കെ പറ്റുന്ന പ്ലെയറാണ് ടിജാനി റെയിൻഡേഴ്സ്. ഇപ്പോൾ ടിജാനി റെയിൻഡേഴ്സ് DM ആയിട്ട് വേണമെങ്കിൽ കളിക്കും, ഐ മീൻ കുറച്ച് ഡീപ്പിൽ കളിക്കും, നമ്പർ 10 പോലെ കളിക്കും, 8 ആയിട്ട് കളിക്കും, ഇതൊക്കെ കളിക്കാൻ വേണ്ടി പറ്റും. സോ അതും പെപ്പിന് ആളൊരു ഫേവററ്റ് പ്ലെയർ ആക്കാനുള്ള കാരണമാണ്. അപ്പോൾ പെപ്പിന് എപ്പോഴും വേഴ്സറ്റാലിറ്റി ഉള്ള പ്ലേയേഴ്സിനാണ് വേണ്ടത്, മൾട്ടിപ്പിൾ പൊസിഷൻസ് കളിക്കാൻ വേണ്ടി കഴിയുന്ന. പെപ്പിൻ്റെ ഏത് ടീമിനെ എടുത്തു നോക്കി കഴിഞ്ഞാലും നമുക്കത് കാണാൻ വേണ്ടി പറ്റും. അതാണ്. സോ ടിജാനി റെയിൻഡേഴ്സ് അവർക്ക് മുതലാവാൻ വേണ്ടി പോകുന്ന സൈനിങ് ആണ് നടന്നു കഴിഞ്ഞാൽ. കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട് ആ പ്ലെയർക്ക്, അപാര ക്വാളിറ്റി ഉള്ള പ്ലെയറാണ്. പിന്നെ സിറ്റിൻ്റെ മറ്റൊരു സ്ട്രോങ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്നത് റിയാൻ ചെർക്കിയാണ്. ചെർക്കി 21 വയസ്സുള്ള ഒരു പ്ലെയറാണ്. ആളിപ്പോൾ ലിയോണ് വേണ്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീസണിലുള്ള ആളുടെ പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഗോളിലും അസിസ്റ്റിലും ആൾക്ക് ഡബിൾ ഡിജിറ്റ് ഉണ്ടെന്നുള്ളതാണ്. ലീഗിൽ നോക്കുകയാണെങ്കിൽ 8 ഗോളും 11 അസിസ്റ്റും. ഇനി നമ്മൾ യൂറോപ്പ ലീഗിലേക്ക് പോവുകയാണെങ്കിൽ 4 ഗോളും 8 അസിസ്റ്റും. സോ തകർത്ത് കളിച്ചിട്ടുണ്ട് ആൾ. 16-ാം വയസ്സിൽ ഡെബ്യൂ ചെയ്ത പ്ലെയറാണ്. അപ്പോൾ ഇക്കാലം അത്രയും ആളുടെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര കൺവിൻസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതാണ്. പിന്നെ സിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലോറിയൻ വിർട്സിനെ സിറ്റി കാര്യമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഡീൽ അവർക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് അവരിപ്പം ചെർക്കിയിലേക്ക് എത്തിയിട്ടുള്ളത്. ചെർക്കി എന്ന് പറയുന്നത് എന്താ പറയുക, നമ്പർ 10 ആയിട്ട് കളിക്കാൻ വേണ്ടി പറ്റും ആൾക്ക് റൈറ്റ് വിങ്ങറായിട്ട് കളിക്കാൻ വേണ്ടി പറ്റും. ആളൊരു അപാര ഡ്രിബ്ലറാണ്, ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്ലെയറാണ്, ഹൈ ക്വാളിറ്റി പ്ലെയറാണ്, സൂപ്പർ പ്ലെയറാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ 25 മില്യൺ എങ്ങാനും പ്ലെയറെ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ്. 25 മില്യൺ ഇങ്ങനത്തെ ഒരു പ്ലെയർ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അബ്സല്യൂട്ട് സ്റ്റീലാണ്. 21 വയസ്സുള്ള. പിന്നെ ആള് ഞാൻ പറഞ്ഞ പോലെ കുറെ കൂടി പോളിഷ്ഡ് ആവാനുണ്ട്, കുറച്ചുകൂടി പ്രൂവ് ആവാനുണ്ട്. ഇപ്പം സിറ്റിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ടൈം കൊടുക്കണം പ്രീമിയർ ലീഗായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട്. കാരണം ആളിപ്പോൾ തുടക്കം മുതൽ ഫ്രഞ്ച് ലീഗിലാണല്ലോ കളിച്ചിട്ടുള്ളത്. സോ പ്രീമിയർ ലീഗിലേക്ക് അഡാപ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ്. പിന്നെ ആൾ സെറ്റായി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും സിറ്റിൻ്റെ ആ ഒരു അറ്റാക്കിങ്ങിൽ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ അറ്റാക്കിൽ സാവിഞ്ഞോനെ പോലത്തെ പ്ലെയർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഒമാർ മർമൂഷ് ഉണ്ട്. കൂടെ ഇങ്ങനത്തെ ഈ ചെർക്കിനെ പോലത്തെ ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള, ടെക്നിക്കലായിട്ടുള്ള, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ വരുമ്പം അത് ടോട്ടലി ആ സിസ്റ്റത്തിന് ഹ്യൂജ്ലി ബെനിഫിഷ്യൽ ആവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ആ ഒരു എന്താ പറയുക, ലോ ബ്ലോക്കൊക്കെ ബ്രേക്ക് ചെയ്യുന്ന കാര്യത്തിലേക്ക് വരുന്ന സമയത്താണെങ്കിലും, ടോട്ടലി ഗോൾ ഔട്ട്പുട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലേക്കൊക്കെ വരികയാണെങ്കിലും അടിപൊളിയായിരിക്കും. എസ്പെഷ്യലി ഈ ഫോഡനൊക്കെ ചത്ത് പോലെ നിൽക്കുന്ന സമയത്ത്. ഫോഡനൊന്നും അറിയാലോ, ഫോഡനൊന്നും ഒരു ഇമ്പാക്റ്റും ഇപ്പോൾ ടീമിൽ കൊണ്ടുവരുന്നില്ല. സോ അങ്ങനത്തെ ഒരു സമയത്ത് ചെർക്കി വന്ന് ഷൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോഡൻ്റെ കാര്യമൊക്കെ അവിടെ ക്ലോസ് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതാണ്. സോ ചെർക്കി ഒരു ഹൈ ക്വാളിറ്റി പ്ലെയറാണ്. സെയിം ഫോർ ടിജാനി റെയിൻഡേഴ്സ്. അപ്പോൾ ഇതൊക്കെ സിറ്റി എന്തായാലും നടത്തേണ്ട ഡീലുകളാണ് അപ്കമിങ് സീസണിന് വേണ്ടിയിട്ട്. റെഡ്സിനെ കിട്ടുമായിരുന്നെങ്കിൽ അതായിരുന്നു സിറ്റിക്ക് ഏറ്റവും ബെറ്റർ. റെഡ്സിനെ കിട്ടാത്ത സ്ഥിതിക്ക് അവരെന്തായാലും ചെർക്കിനെ തന്നെ ആയിരിക്കും മിക്കവാറും കൊണ്ടുവരിക. ഇവർ രണ്ടുപേരും സിറ്റി എന്തായാലും കൊണ്ടുവരുന്നതാണ് തോന്നുന്നത്. നെക്സ്റ്റ് സീസൺ എന്തായാലും എന്താ പറയുക, രണ്ടും കൽപ്പിച്ചുള്ള ഒരു ടീം പ്രിപ്പറേഷൻ ആയിരിക്കും സിറ്റിൻ്റെ സൈഡിൽ നിന്നും പെപ്പിൻ്റെ സൈഡിൽ നിന്നും നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ അതാണ് മെയിനായിട്ട് സിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ യുണൈറ്റഡിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, മാത്യൂസ് കൂനിയനെ അവർ സൈൻ ചെയ്തു. കൂനിയനെ 62.5 മില്യൺ പൗണ്ട്സ് എങ്ങാനുമാണ് അവർ സൈൻ ചെയ്തിട്ടുള്ളത്. സോ അതൊരു നല്ല ഡീലാണ്. കൂനിയൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ആളൊരു പ്രീമിയർ ലീഗ് പ്രൂവൻ പ്ലെയർ ആണെന്നുള്ളതാണ്. സോ അത് നല്ല ഡീലാന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു PL പ്രൂവൺ പ്ലെയർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറെൻ്റ് ആണ്. ഈ ഒരു സീസണൊക്കെ തകർത്ത് കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് നമ്മുടെ മാത്യൂസ് കൂഞ്ഞ. സോ ഒരു ബിഗ് സൈനിങ് അവരെ സംബന്ധിച്ചിടത്തോളം നടന്നു. കുഞ്ഞ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ആളൊരു പ്യുവർ സ്ട്രൈക്കർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, പക്ഷേ സ്ട്രൈക്കറായിട്ട് കളിക്കും, സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അങ്ങനെയൊക്കെ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ്. എനിവേ ബോളൊക്കെ എത്തുന്ന സമയത്ത് സ്പേസിലേക്ക് കൃത്യമായിട്ട് ഓടി കയറിയിട്ട് ഷോട്ട് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ് നമ്മുടെ
മാത്യൂസ് കൂഞ്ഞ. സോ അത് നല്ലൊരു സൈനിങ് ആണ്. കുഞ്ഞിനെ കുറിച്ച് നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഓക്കെ. പിന്നെ ഇപ്പോൾ നമ്മൾ യുണൈറ്റഡിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബിയുമോനെ സൈൻ ചെയ്യാൻ വേണ്ടി യുണൈറ്റഡ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. സോ ആ ഒരു ഡീലിനെ കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ അത് നടത്തേണ്ട ഡീലാണ്. ചെൽസി യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും അവർ നടത്തേണ്ട ഒരു ഡീലാണ്. കാരണം ഈ ചങ്ങായും PL പ്രൂവൺ ആണ്. ഇപ്പോൾ വേറൊരു ലീഗ് പോയിട്ട് ടോപ്പ് പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നതിനേക്കാളും കുറച്ചുകൂടി റിസ്ക് കുറഞ്ഞ പരിപാടിയാണ് പ്രീമിയർ ലീഗിൽ പ്രൂവൺ ആയിട്ടുള്ള, അതും ഈ ഒരു സീസണിൽ 20 ഗോൾ അടിച്ചിട്ടുള്ള എംബിയുമോനെ പോലത്തെ ഒരു പ്ലെയറെ. എംബിയുമോക്ക് 25 വയസ്സേ ഉള്ളൂ, കണ്ടാൽ പ്രായം ഉണ്ട് തോന്നുന്നു, പക്ഷേ 25 വയസ്സേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർ കൊണ്ടുവരാന്നുള്ളത് വളരെ നല്ല ഡീലാണെന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം. സോ അതെങ്ങനെയായാലും അവർ നടത്തിയെടുക്കണം. എംബിയുമോ കുറച്ചുകൂടി റൈറ്റ് സൈഡറായിട്ട് കളിക്കുന്ന പ്ലെയറാണ്. അതായത് കൂഞ്ഞ കുറച്ചുകൂടി ലെഫ്റ്റ് സൈഡാണ്, ഈ ചങ്ങായി കുറച്ചുകൂടി റൈറ്റ് സൈഡറാണ്. പിന്നെ കൂഞ്ഞൻ്റെ ഷോട്ട് എടുക്കുന്ന ടെക്നിക്ക് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. ഞാൻ പറയാൻ വിട്ടുപോയി, അത് അടിപൊളിയാണ്. എന്നിട്ട് നമ്മളിപ്പോൾ എംബിയുമോൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ എംബിയുമോ റൈറ്റ് വിങ്ങറായിട്ട് കളിക്കും. പറഞ്ഞ പോലെ ആള് ഈ വിങ്ങിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറിയിട്ട് ആ ഒരു എന്താ പറയുക, സ്ട്രൈക്കറുടെ പിന്നിൽ ആള് മര്യാദക്ക് കളിച്ചോളും. ആ ഹാഫ് സ്പേസിലേക്ക് എത്തുന്ന സമയത്ത് ആൾ ഷോട്ട് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നൊരു പ്ലെയറാണ്. അത്യാവശ്യം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പ്ലെയറാണ്. ഗോൾ സ്കോർ ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയർ. ബ്രെൻഫോർഡിൻ്റെ കൂടെയൊക്കെ തകർത്ത് കളിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ പ്രീമിയർ ലീഗിൽ ബ്രെൻഫോർഡിൻ്റെ കൂടെ 20 ഗോൾ അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസാര പരിപാടിയാണോ? ആ പരിപാടി പുട്ടുപോലെ ചെയ്ത ആളാണ്. സോ അത് നടത്തേണ്ട സൈനിങ് ആണ്. നിർബന്ധമായിട്ടും അമോറിം കൊണ്ടുവരേണ്ട ഒരു പ്ലെയറാണ് എംബിയുമോ എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. മര്യാദക്ക് ചെയ്യുക, ബ്ലണ്ടറൊന്നും കാണിക്കാതെ ഡീലുകൾ, അതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.